നവകേരള സദസ്സ് ലക്ഷ്യം കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നവകേരള സദസ്സ് ഉദ്ദേശിച്ച ലക്ഷ്യം കണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നവകേരള സദസ്സിലൂടെ ഉദ്ദേശിച്ചത് ഉണ്ണിസാർ പറഞ്ഞതുപോലെ തന്നെ, അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിച്ചത് ആ ചോദ്യത്തിലുള്ള ഉത്തരമാണോ എന്ന്. അതായത് നവകേരള സദസ്സിലൂടെ സർക്കാർ എന്താണോ ലക്ഷ്യം വെച്ചത് അത് നടന്നിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ജനത്തിന് മുന്നിൽ അവതരിപ്പിച്ച ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നടന്നിട്ടുമില്ല. അതായത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിലേക്ക് ഒരു മന്ത്രിസഭ ഇറങ്ങിച്ചെല്ലുന്നു. സഞ്ചരിക്കുന്ന മന്ത്രിസഭ 140 മണ്ഡലങ്ങളിലൂടെ എത്തി അവിടെയുള്ള എല്ലാ ജനങ്ങളെയും കണ്ട് എല്ലാ ജനങ്ങളുടെയും പരാതികൾ സ്വീകരിച്ച്, ഇപ്പോൾ നികേഷ് സാർ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ തന്നെ 6 ലക്ഷത്തിലധികം പരാതികൾ എന്ന് പറയുന്നത് ഒരു വലിയ സംഖ്യയാണ്. കേരളത്തിലുടനീളമുള്ള അശരണരായ മനുഷ്യർ തങ്ങളുടെ ആശയും പ്രത്യാശയും എല്ലാം ഈ സർക്കാരിൽ വെച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്ന പരാതികളാണ്. പക്ഷേ ആ പരാതികൾ ആ കടലാസിനപ്പുറം എത്ര നീങ്ങുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ 6 ലക്ഷം പരാതികളിൽ എത്ര എണ്ണം പരിഹരിക്കാനായി ഇനിയുള്ള 2.5 വർഷക്കാലത്തിനിടയിൽ മുൻകൈ എടുക്കുമെന്നുള്ളത് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അറിയാൻ കഴിയും. ഇപ്പോൾ തന്നെ അതിൽ ചെയ്യില്ല എന്നൊന്നും ഞാൻ മുൻകൂട്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു മുൻവിധിയോട് കൂടിയൊന്നും ഞാൻ പിണറായി സർക്കാരിനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഈ നവകേരള സദസ് തുടങ്ങുന്നതിന് മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, നവകേരള സദസ് നാടിന് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. എന്താണ് ഈ 1 മാസം പൂർത്തിയാക്കിയപ്പോൾ നവകേരള സദസ്സിൽ നിന്ന് ജനത്തിനുള്ള റിട്ടേൺ? ജനം കണ്ടതെന്താണ്? ഈ നവകേരള സദസ്സിലെത്തിയ പരാതികൾ പരിഹരിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ നവകേരള സദസ്സിലെത്തിയ പരാതികൾ എങ്ങനെയാണ് ഞങ്ങൾ അത് തീർക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ചൊന്നും ആയിരുന്നില്ല ഈ സദസ്സിലുടനീളം പറഞ്ഞു പോയത്. അടിയും തിരിച്ചടിയുമാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിയത് അടിയും തിരിച്ചടിയുമാണ്. നൂതന ആശയങ്ങൾ പങ്കുവെക്കുന്ന പ്രഭാത സദസ് എന്ന് പറഞ്ഞ് നവകേരള സദസ്സിന്റെ പോർട്ടലിൽ ഞാൻ ഇന്നും കയറി നോക്കി. ഓരോ സ്ഥലത്തെയും നവകേരള സദസ്സിന്റെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിലും എഴുതി വെക്കുന്ന കാര്യങ്ങളിൽ എന്താണ് അതിൽ പുതുമയുള്ളത് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആശയങ്ങൾ പങ്കുവെച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന രീതിയിലേക്കൊരു പ്രവർത്തന രീതി രൂപീകരിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു ഉത്തരവാദിത്തമുള്ള സർക്കാർ ചെയ്യേണ്ടത്. അതിന് പകരം ആശയങ്ങൾ പങ്കുവെക്കുന്ന, നമ്മളൊക്കെ ഇരുന്ന് ആശയങ്ങൾ പങ്കുവെക്കാറുണ്ടല്ലോ, അപ്പോൾ ആശയങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കൈമാറ്റത്തിനായി ഒരു മന്ത്രിസഭ സഞ്ചരിക്കേണ്ട ആവശ്യകത എന്തായിരുന്നു എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ജനത്തിന് എന്താണ് അവിടെ പ്രയോജനം കിട്ടിയത്? സർവ്വതല സ്പർശിയായ വികസനം അതെങ്ങനെയാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? അതേക്കുറിച്ചൊക്കെ എന്താണ് ഈ യോഗങ്ങളിലുടനീളം പറഞ്ഞു പോയത്? അതൊക്കെ ജനം കാത്തിരിക്കുകയായിരുന്നു. ഈ ലക്ഷക്കണക്കിന് പരാതി ശേഖരിച്ചിട്ട് ഈ പരാതിയൊക്കെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ പരാതികൾ ശേഖരിച്ചിട്ട് അത് റിട്ടേൺ ആണ്. അത് എവിടെയാണോ പരിഹരിക്കേണ്ടത് അവിടേക്ക് റിട്ടേൺ ആണ്. അല്ലാതെ അതിനകത്തൊന്നും മുൻകൈ എടുക്കാനൊന്നും പോവുകയല്ല. റിട്ടേൺ ആണ് അത് പോകുന്നത്. ഈ ലക്ഷക്കണക്കിന് പരാതി ശേഖരിച്ചു എന്ന് പറയുന്നത് ഈ പരാതി ശേഖരണത്തിനായി ഒരു മന്ത്രിസഭ മുഴുവൻ സെക്രട്ടേറിയറ്റ് വിട്ട് ഇങ്ങനെ പോകേണ്ടിയിരുന്നു എന്ന ചോദ്യം ജനം തിരിച്ചു ചോദിച്ചാൽ അവരെ തെറ്റു പറയാൻ കഴിയില്ല. പിന്നെ സെക്രട്ടേറിയറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഈ മന്ത്രിസഭ തിരുവനന്തപുരം വിട്ടുപോയാലും കേരളത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് ജനത്തിന് ബോധ്യപ്പെട്ടു. മന്ത്രിസഭ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ കൃത്യമായി നടത്തുന്നുണ്ട് എന്നതും ഇവിടെ വ്യക്തമായ ഒരു കാര്യമാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സദസ്സിലൂടെ എക്സ്പോസ് ആയത് പ്രധാനമായും ഇതിലെ രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ്. കേരളത്തെ കലാപഭൂമിയാക്കിയാലും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നടപ്പാക്കും എന്നുള്ള ഒരു യുദ്ധ പ്രഖ്യാപനമാണ് ഈ യാത്രയിൽ ഉടനീളം കണ്ടത്. കാരണം കരിങ്കൊടി വീശുന്നവരെ, തല്ലിച്ചതയ്ക്കുന്നവരെ, ആ തല്ലിച്ചതയ്ക്കുന്നത് ഞാൻ കണ്ടില്ല, അവർ ചാടി വീഴുന്നത് മാത്രമാണ് കണ്ടതെന്നുള്ള ആദ്യത്തെ നുണ. രണ്ടാമത്തെ നുണ, മുഖ്യമന്ത്രി പറഞ്ഞത് തൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പുറത്തിറങ്ങി തല്ലിച്ചതയ്ക്കുന്നത് ഞാൻ കണ്ടില്ല എന്ന് പറയുന്ന രണ്ടാമത്തെ നുണ. അങ്ങനെ നുണയനാണ് മുഖ്യമന്ത്രി എന്നതും ജനങ്ങൾ കണ്ടു. നവകേരള സദസ്സിലൂടെ അതും ജനത്തിന് ബോധ്യപ്പെട്ട കാര്യമാണ്. പിന്നെ കരിങ്കൊടി ഉയർത്തിക്കഴിഞ്ഞാൽ ഉടനെ ആ പ്രവർത്തകരെയൊക്കെ ഓടിക്കുന്നതിനായി ഡിവൈഎഫ്ഐയുടെ ഒരു സ്ക്വാഡ്, ഗുണ്ടാ സ്ക്വാഡ് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം, അത് ശരിയാണ് എന്നുള്ളത് ജനത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ദൃശ്യങ്ങളടക്കം ആളുകളുടെ മുന്നിലേക്ക് വരികയാണ് ചെയ്തത്. ഈ സുരക്ഷാ ഭടന്റെ ലാത്തിപ്രയോഗം ഇങ്ങനെയൊക്കെയുള്ള ആളുകളെയും കൊണ്ടാണ്, അല്ലെങ്കിൽ ഇവരൊക്കെ ഇതാണ് എന്നത് കൃത്യമായി എക്സ്പോസ് ആയിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയ ഗുണ്ടായിസം നടത്തുന്ന ഒരു പാർട്ടിയും സർക്കാരും എക്സ്പോസ് ആയി എന്നുള്ളത് ഈ നവകേരള സദസ്സിന്റെ ഒരു നവകേരള സദസ് അവശേഷിപ്പിക്കുന്ന ഒരു ബാക്കി പത്രമാണ് എന്നുള്ളത് ഈ സമാപിക്കുന്ന ദിവസം കാനം രാജേന്ദ്രന്റെ വിയോഗത്തെ തുടർന്ന് മാറ്റിവെച്ച 4 മണ്ഡലങ്ങളിലെ പരിപാടി ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിലെ എല്ലാ പരിപാടികളും വെച്ച് നോക്കുമ്പോൾ ഈ കലാപം തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം നേടിയത്. അതിൽ എടുത്തു പറയേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കുട്ടികളെ കാത്തു നിർത്തിയത്, വെയിൽ കൊള്ളിച്ചത്, ഇതിനെല്ലാം ന്യായീകരണത്തിന് ഒരു ഭാഗത്ത് ആളുകളെ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു. കുട്ടികളെ കാത്തു നിർത്തിയതിനൊരു ന്യായം, മതിൽ പൊളിച്ചതിന് മറ്റൊരു ന്യായം, വേദി മാറ്റുന്നതിന് മറ്റൊരു ന്യായം. അങ്ങനെ ഒരു ന്യായീകരണ സദസ്സായി ഇത് മാറിയോ എന്നും ഞാൻ ന്യായമായും സംശയിക്കുന്നുണ്ട്. കാരണം ന്യായീകരണമായിരുന്നു ഈ സദസ്സിലെ ഓരോ പ്രസ്താവനകളിലും അല്ലെങ്കിൽ ഓരോ മറുപടിയിലും മുഖ്യമന്ത്രിയിൽ നിന്നും പ്രധാനമായും നമ്മൾ കേട്ടത്. മന്ത്രിമാരും ദിവസവും ന്യായീകരിക്കുകയാണ്. അപ്പോൾ നവകേരള ന്യായീകരണ സദസ്സായിരുന്നു ഈ ദിവസങ്ങളിൽ കടന്നുപോയപ്പോൾ നമ്മൾ കണ്ടത് എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ കണ്ടതാണ്. അപ്പോൾ നാടിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഈ പരാതി ശേഖരണത്തിനപ്പുറം സ്വയം
സ്വയം എക്സ്പോസ് ആകുന്നതിനപ്പുറം എന്താണ് ചെയ്തത് എന്നുള്ളതിന്റെ ഉത്തരം പറയേണ്ടത് സർക്കാരാണ്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രവൃത്തിയിലൂടെയാണ് കാണിച്ചു തരേണ്ടത് എന്നുള്ളതാണ് എനിക്ക് ഇക്കാര്യത്തിൽ തോന്നുന്നത്. അവസാനിപ്പിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരം എന്നൊന്ന് കേരളത്തിലുണ്ട് എന്ന് വ്യക്തമാക്കിയ ഒരു യാത്രയായിരുന്നു ഇത്. അല്ലെങ്കിൽ ഇത്രയും പരാതികൾ, ഇത്രയും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നങ്ങൾ, 6 ലക്ഷത്തോളം പ്രശ്നങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അത് നേരത്തെ കൊടുത്ത 10 ലക്ഷത്തോളം പരാതികൾക്ക് പുറമെ 6 ലക്ഷം കൂടി ഇരിക്കുകയാണ്. 10 ലക്ഷത്തോളം ഫയലുകൾ ഇനി തീർപ്പാക്കാനുണ്ട് എന്നുള്ളതാണ് നേരത്തെ വന്ന ഒരു കണക്കിലും പ്രതികരണത്തിലും ഒക്കെ കണ്ടത്. ഇപ്പോൾ അതിൽ കുറെ പരിഹരിച്ചിട്ടുണ്ടാകും. എങ്കിലും ഇത്രയും പരാതിയുള്ള മനുഷ്യരെ കണ്ടെത്താൻ ഈ യാത്രയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഒരു പ്രതിച്ഛായ നിർമ്മിതിക്കാണ് ലക്ഷ്യമിട്ടത്. പക്ഷേ പ്രതിച്ഛായ അടപടലം പാളി എന്നുള്ളതാണ് ഈ യാത്ര അവസാനിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന കാര്യം. Meet the editors.